ഓക്കെ. ഇത് ആക്ച്വലി നമ്മുടെ കൗണ്ടിങ് ഫിഗേഴ്സ് സ്ക്വയർ എണ്ണി എടുക്കുന്നതിൽ അടുത്ത ഒരു വീഡിയോ ആണ്. അടുത്തൊരു മോഡലാണെന്ന് ഞാൻ പറയുന്നില്ല, അടുത്തൊരു വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു അടുത്ത മോഡലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്ന മോഡലിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന രീതിയിൽ മാത്രമേ നമുക്ക് ഇതിനെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഫിഗർ വരുന്നത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. ഈ വലിയ സ്ക്വയറിൻ്റെ എല്ലാ ഓക്കെ, ഈ വലിയ സ്ക്വയർ ഉണ്ട്, പിന്നെ അതിൽ ഓരോരോ ചെറിയ ചെറിയ സ്ക്വയറുകളുണ്ട്. അതിൻ്റെ എല്ലാ ഡയഗണൽസും ക്രോസ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ് ഈ ഫിഗർ കിടക്കുന്നത്. ഓക്കെ, ഇതാണ് ഫിഗർ വരുന്നത്. പുതിയ മോഡലൊന്നും അല്ല ആക്ച്വലി. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആ വലിയ പോർഷൻ നോക്കുക. ഇതിനകത്ത് എത്ര സ്ക്വയർ ഉണ്ടെന്ന് നോക്കുക. ഇതിനെ ഇപ്പോൾ നമുക്കറിയാം, ഇതിപ്പോൾ ഇങ്ങനത്തെ ഫിഗർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഓൾറെഡി എണ്ണാൻ പഠിച്ചു. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ, 5 എണ്ണമായിരിക്കും ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് പോയി കാണുക. അപ്പോൾ ഇതിനകത്ത് 5 എണ്ണമായിരിക്കും വരുന്നത്. ഓക്കെ, ദെൻ അടുത്തത് ഈ ഒരു സ്ക്വയർ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തും 5 എണ്ണമായിരിക്കും വരാൻ പോകുന്നത്. ഇതിനകത്തും 5 എണ്ണമായിരിക്കും വരാൻ പോകുന്നത്. ടോട്ടൽ 5ഉം 5ഉം 10 സ്ക്വയർ ആയിരിക്കും ഈ പറയുന്ന മൊത്തം ഫിഗറിലായിട്ട് ഉണ്ടാകുന്നത്. ഈ പറയുന്ന ഫിഗറിനകത്ത് മൊത്തത്തിൽ എത്ര എണ്ണം ഉണ്ടാവും? 10 എണ്ണം ഉണ്ടാവും. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പഠിച്ചതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ എണ്ണി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് എണ്ണം വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമ്മളിപ്പോൾ നോക്കുമ്പോൾ ആദ്യമേ നമ്മുടെ വലിയ ഫിഗർ, വലിയ സ്ക്വയറിൻ്റെ സ്ക്വയേഴ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കണം. ഓക്കെ, ഈ ഒരു ഫിഗറിൽ നമുക്ക് നോക്കുമ്പോൾ നമുക്കറിയാം 1ൻ്റെ സ്ക്വയർ പ്ലസ് 2ൻ്റെ സ്ക്വയർ പ്ലസ് 3ൻ്റെ സ്ക്വയർ ആയിരിക്കും നമുക്ക് ആൻസർ വരുന്നത്, അല്ലേ? 3ൻ്റെ സ്ക്വയർ 9, 1 10, 14 എണ്ണം, മൊത്തം 14 എണ്ണം. ഈ ഒരു ഓറഞ്ച് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതിനകത്ത് 14 സ്ക്വയറുകൾ ഉണ്ടാവും. ഓക്കെ, ദെൻ നമുക്കിനി അടുത്ത എന്താ കണ്ടുപിടിക്കേണ്ടേ? അടുത്ത ആക്ച്വലി കണ്ടുപിടിക്കേണ്ട പോർഷൻ എന്ന് പറയുന്നത് ഇതാ. മൊത്തം ഫിഗർ ഞാനൊന്ന് വരച്ചിട്ടേക്കാം. ഈ ഒരു പോർഷനിനകത്ത് എത്ര സ്ക്വയർ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് അടുത്ത ടാസ്ക്, അല്ലേ? അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഞാനാണെങ്കിൽ ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പോവാം. സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്നതെന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ ഇതിനകത്ത് എത്ര സ്ക്വയർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് നോക്കാൻ പോവാം. ഈ ഒരു ഫിഗറിനകത്ത് എത്ര സ്ക്വയർ ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. ഈ ഒരു ഫിഗർ എന്ന് പറയുമ്പോൾ ഇതാ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, നമ്മൾ ഓൾറെഡി അതിൻ്റെ മെത്തേഡ് പഠിച്ചു. ആ ഫിഗർ എന്ന് പറയുമ്പോൾ 4 × 2 ആയിട്ടുള്ള ഒരു സ്ക്വയറാണ്. 4 റോയിൽ 4 എണ്ണം, കോളത്തിൽ 2 എണ്ണം, അങ്ങനെയാണ് കിടക്കുന്നത്, അല്ലേ? അപ്പോൾ 4 × 2. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ മെത്തേഡ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, അല്ലേ? അപ്പോൾ 8ഉം 3ഉം 11. 11 എണ്ണം ഇതിൻ്റെ അകത്തുണ്ടാവും. എവിടെ? ഇതിൻ്റെ അകത്ത്, ഈ ഒരു പച്ച കളറിനകത്ത് 11 ട്രയാങ്കിൾ ഉണ്ടാവും. ഓക്കെ, 11 എണ്ണം. ഇനി കളർ നമുക്ക് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി അപ്പോൾ നമുക്കിനി കണ്ടുപിടിക്കാനുള്ളത് ഇതാ. ഇത് നമ്മൾ ഇതെവിടെയും കൗണ്ട് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. ഈ ഒരെണ്ണം നമ്മൾ എവിടെയും കൗണ്ട് ചെയ്തിട്ടില്ല, അല്ലേ? അപ്പോൾ എത്രയായി? ഒരെണ്ണം കൂടിയായി. ഇത് കൗണ്ട് ചെയ്തിട്ടില്ല, വീണ്ടും ഒരെണ്ണം കൂടിയായി. ഇത് നമ്മൾ കൗണ്ട് ചെയ്തിട്ടില്ല എവിടെ, വീണ്ടും ഒരെണ്ണം കൂടിയായി. ഇത് നമ്മൾ കൗണ്ട് ചെയ്തിട്ടില്ല, വീണ്ടും ഒരെണ്ണം കൂടിയായി. അപ്പോൾ ഒരു 4 എണ്ണം എക്സ്ട്രാ വന്നേ. ഓക്കെ, ദെൻ നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ. ഈ ഒരു ഫിഗർ നമ്മൾ എവിടെയും കൗണ്ട് ചെയ്തിട്ടില്ല. ഈ ഒരു ഫിഗർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സ്ക്വയർ മൊത്തത്തിൽ എല്ലാ കളറും കൂടി വരുമ്പോൾ അലമ്പായിട്ട് തോന്നും, പക്ഷേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകാൻ വേണ്ടിയാണ് ഒന്നിച്ച് എല്ലാ കളർ കൂടി ഇടുന്നത്. ഓക്കെ, ഈ ഒരു സ്ക്വയർ വേണമെങ്കിൽ ഞാൻ ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ ഒരു സ്ക്വയർ നമ്മൾ എവിടെയും കൗണ്ട് ചെയ്തിട്ടില്ല.
അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പുറത്തെ പോർഷനിൽ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഈ ഒരു ഫിഗറും നമ്മൾ എവിടെയും കൗണ്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്കുണ്ടാകും. ബാക്കിയെല്ലാം ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 14 ഇവിടെയാണെങ്കിൽ 11 25ആയി. 25ഉം 6ഉം 31 സ്ക്വയർ ആയിരിക്കും ഈ ഒരു ഫിഗറിനകത്ത് മൊത്തത്തിനകത്ത് ഉണ്ടാകുന്നത്. 31 സ്ക്വയർ ആയിരിക്കും ഈ ഒരു ഫിഗറിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ എണ്ണിയെടുക്കാൻ. അപ്പോൾ എങ്ങനെയാണ് എണ്ണിയെടുക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ പഴയ മോഡൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ഒരു ഐറ്റം നോക്കാം.